പറയുന്ന ഒരു പദ്ധതിയാണ് ദേശീയ ജലപാത. ഈ ദേശീയ ജലപാത കടന്നു പോകുന്ന കനോലി കനാൽ, ഈ കനോലി കനാലിൻ്റെ പാലപ്പെട്ടി പാറ റോട്ടിലെ കുണ്ടിച്ചിറ പാലത്തിന് സമീപത്തുള്ള കനോലി കനാലിൻ്റെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കനാലിൻ്റെ ഒരു തീർത്തും സുന്ദരമല്ലാത്ത അതിദയനീയമായ ഒരു കാഴ്ച കൂടി നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. രണ്ടാഴ്ചയിലേറെയായി പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ കനോലി കനാലിൻ്റെ കുറുകയിലേക്ക് ഒരു മരം വീണ് കിടക്കുന്നു. ഈ മരം വീണത് മൂലം ഈ കനോലി കനാലിൻ്റെ സുഗമമായ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കൊണ്ട് പരിസരത്തുള്ള വീടുകളിലേക്ക് ഒരുപാട് ദുർഗന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥയും, അതുപോലെ തന്നെ ഈ പക്ഷി പറവകൾ ഉൾപ്പെടെയുള്ളവ ഈ മാലിന്യങ്ങൾ കുത്തിക്കൊണ്ടുപോയി ഇവരുടെ കിണറുകളിൽ ഉൾപ്പെടെയുള്ള നിക്ഷേപിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ഈ വീട്ടുകാർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദുരവസ്ഥയിലേക്ക് ഈ പ്രദേശം മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാഴ്ചയിലേറെയായിട്ടും ഈ മരം വെട്ടിമാറ്റി ഈ കനോലി കനാലിൻ്റെ സുഗമമായ ഒഴുക്ക് നല്ല രീതിയിൽ ഒഴുക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്, പ്രതിഷേധാർഹവുമാണ്. ഇത് സംബന്ധിച്ച് ഈ പ്രദേശവാസികളുള്ള ഒരു സഹോദരൻ്റെ പ്രതികരണം കൂടി നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും കച്ചറയാണ്. റോഡിൽ എപ്പോൾ നോക്കിയാലും കച്ചറ. അത് ഈ പോത്തിനെ വേസ്റ്റ് ആയാലും ശരി, കോഴിയുടെ വേസ്റ്റ് ആയാലും ശരി, എല്ലാ വേസ്റ്റും റോഡിലേക്കാണ് വരുന്നത്. കനാല് റോഡിലേക്കാണ് എല്ലാ വേസ്റ്റും വരുന്നത്. നമ്മൾ ആരോടാ പറയുന്നത്? ആര് പറഞ്ഞെന്നുണ്ടാലും ആരും ഇതിന് വില കൽപ്പിക്കില്ല. ഈ മനുഷ്യന്മാർ പനി പിടിക്കുന്നു, അസുഖം വരുന്നു എന്ന് പറഞ്ഞാലും ആൾക്കാർ കൊടുത്തിട്ട് റോഡിലേക്കേ ഇടുള്ളൂ. റോഡിലും 2 റോഡിൻ്റെ സൈഡിലും. ഈ റോഡ് ഇവിടുന്ന് പാലപ്പെട്ടി എത്തണതിൻ്റെ ഈ 2 റോഡൊന്നും നിങ്ങൾ പരിശോധിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇഷ്ടം പോലെ വേസ്റ്റ്. അത് കോഴി വേസ്റ്റ് ആയാലും ശരി, വീട്ടിൽ കുട്ടികൾക്ക് മറ്റേ കിട്ടുന്ന ഇതായാലും ശരി, എല്ലാ വേസ്റ്റും ഇത് ഇവിടുന്ന് കാഞ്ഞിട്ട് അവനാൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കും, റോഡ് സൈഡിലിടും. അതുകൊണ്ട് അസുഖം ഉണ്ടാകുന്ന നാട്ടുകാർക്ക് ഉണ്ടായാൽ ഈ വേറെയുള്ളടത്ത് പോയാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അസുഖം. അത് ചിന്തിക്കുന്നില്ല. ഇപ്പം ഞാൻ പനി പിടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് എല്ലാവർക്കും പനി. കേരളത്തിൽ 13,000 12,000 എന്ന് പറയുന്ന എല്ലാവർക്കും പനിയും സാധനങ്ങൾ കിട്ടുന്നത് ഈ ഓരോരുത്തർ ഈ കച്ചറകൾ ഇടുന്നതിൻ്റെ കാരണം. അവനാണിത് ഇടാണ്ട് അതിന് സുർക്കൂട്ടി വെച്ച് ആർക്കെങ്കിലും വരുന്നവർക്ക് എടുത്തിട്ട് ആ സാധനം എടുത്ത് കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ വൃത്തിയാക്കേണ്ടി അങ്ങനെ വൃത്തിയാക്കി അവനാന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അത് ചെയ്ത് ശൂന്യമാക്കി കളയാൻ നമ്മൾ ചെയ്യണം. അല്ലാണ്ട് അത് ചെയ്യാത്ത പക്ഷം ഇത് ഇങ്ങനെ ആൾക്കാർക്ക് അസുഖം കൂടിക്കൊണ്ടിരിക്കും. ഈ സൈഡൊക്കെ നോക്കി, കനാലിൻ്റെ സൈഡ് ഇങ്ങനെ, ഇവിടുന്ന് റോഡ് സൈഡ് നിങ്ങളൊന്ന് നോക്കും. ഇവിടെ എല്ലായിടത്തുള്ള കച്ചറ ഇങ്ങനെ തന്നെ. 2 റോഡിൻ്റെ സൈഡ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അത്രയും കച്ചറ. ഈ കനാലിൽ വരുന്നത് പോത്തിൻ്റെ കോഴിയുടെ എല്ലാ വേസ്റ്റും ഇതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറവുമില്ല. അന്നോ ഇതൊക്കെ പറഞ്ഞു, എൻ്റെ മുമ്പിലൊക്കെ വെള്ളമല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.